അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് കണവ കിട്ടി. അപ്പം അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാനും കറി വെച്ച് കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ക്ലീൻ ചെയ്യുന്ന കാര്യമാണ് കുറച്ച് ബുദ്ധിമുട്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം അതിൻ്റെ തലയും അതിൻ്റെ ഉടൽ ഭാഗവും നമുക്ക് വേർതിരിക്കാം. അപ്പോൾ തല ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഉള്ളിൽ ഒരു മഷിയുണ്ട്. ആ മഷി പൊട്ടാതെ നോക്കണം. പിന്നെ ഇതിൻ്റെ തൊലി നന്നായിട്ട് നമുക്ക് ഊരി ഇളക്കി എടുത്ത് മാറ്റാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നാക്ക് ഇരിപ്പുണ്ട്, അതൊരു പ്ലാസ്റ്റിക് പോലൊരു ഭാഗമാണ്. അത് എടുത്ത് മാറ്റിയിട്ട് ഉൾഭാഗം നമ്മൾ നന്നായി വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും ഇത് നല്ല വെളുത്ത് സുന്ദര കുട്ടനാവും കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഈ തലഭാഗം വളരെ ശ്രദ്ധയോടെ തന്നെ ഇളക്കിയെടുക്കണം. ഇതിനുള്ളിൽ ആ മഷി പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. മഷി പൊട്ടിയാലുള്ള നമുക്ക് കിട്ടുന്ന പണി ഞാൻ കാണിച്ചു തരാമേ. നോക്കിയേ, ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എത്ര വെള്ളമൊഴിച്ച് കഴിയുന്നോ അതനുസരിച്ച് വീണ്ടും വീണ്ടും മഷി വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് കഴുകി മാറ്റാനൊക്കത്തില്ല. പിന്നെ ഇത് മുഴുവൻ നമുക്ക് കറി വെച്ച് കഴിയുമ്പോഴും ആ ഒരു കളർ ഇങ്ങനെ കാണും. പിന്നെ കണവയുടെ കണ്ണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ആ കണ്ണും കറി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു നീല കളറ് ഒരു മഷി അതിനകത്തും ഉണ്ട്, ഒരു ബ്ലാക്കിഷ് കളർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ട, അത് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റും. പിന്നെ വളരെ എളുപ്പമാണ്, നന്നായിട്ട് ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഈ തലയുടെ ഉള്ളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് പോലൊരു സാധനമുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ തെറിക്കും. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്താലും ദേഹത്തൊക്കെ തെറിക്കും. പിന്നെ അതിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക് പോലുള്ള ഭാഗം. അപ്പോൾ ഇതെടുത്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയറിനൊക്കെ പ്രശ്നം വരും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യണം. അത് തന്നെ ഈ തലയുടെ ഭാഗമില്ലേ, അവിടെ ആയിട്ടാണ് ഇതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി അങ്ങ് കളയാം. ഞാൻ പിന്നെ ഒരു മഷി എടുത്ത് പൊട്ടിച്ചു, ഞാൻ കാണിച്ചു തരാവേ. വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെയും അതിങ്ങനെ കലങ്ങി വരും കണ്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. നന്നായിട്ട് കഴുകി നല്ല സുന്ദര കുട്ടമുപ്പന്മാരായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ കണ്ടോ. ഇനി നമുക്കിത് വട്ടത്തിലോ നീളത്തിലോ ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ വട്ടത്തിലാണേ, വളയങ്ങൾ പോലെയാണ് അരിഞ്ഞെടുക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നിങ്ങൾ പറയണേ, ഇത് തോരനായിട്ടാണോ അതോ റോസ്റ്റ് ചെയ്യണോ അതോ നല്ല എരിവുള്ള കറിയായിട്ട് വെക്കണോ, എങ്ങനെ വെക്കണമെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ടാറ്റ, ഒക്കെ ബൈ, സീ യു.